ഷോ കാണിച്ച് കുറച്ച് പെയിൻറ്റ് നിലത്തും ഉടുപ്പിലൊക്കെ കളഞ്ഞിട്ടുണ്ട്. സാരില്ല, നമുക്കൊന്ന് തൂത്തെടുക്കാം. അപ്പോൾ ഹായ് എവരി വൺ, ഇന്നപ്പോൾ ഞാനൊരു മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഹോസ്റ്റൽ വോളാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുകയാണ്. ഇത് ഞാൻ മുന്നേ വരച്ച പോബിയറാണ്. ഇനി അടുത്തത് എന്താ വരയ്ക്കാൻ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ എന്നാൽ നമുക്ക് സ്വീറ്റീനെ വരച്ചാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഞാൻ എൻ്റെ ടൂൾസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പണിയിലേക്ക് പോവാം. ഞാൻ ഒരു സ്കെച്ച് നേരത്തെ ഓൾറെഡി ലൈറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പെൻസിലുകൊണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ ഡാർക്കൻ ചെയ്ത് വരച്ചുകൊണ്ടിരിക്കുകയാണ്. വോളിൽ വരയ്ക്കുന്നത് നല്ല ടാസ്ക്കാണ് ഗൈസ്, നല്ല വേദന എടുക്കും. നമ്മൾ ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടല്ല വരയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കൈ നന്നായിട്ട് കഴിക്കും. എന്നാലും ഞാൻ എൻ്റെ മനസ്സിനോട് ഞാൻ തന്നെ പറഞ്ഞു, തളരരുത് രാമൻകുട്ടി, തളരരുത്. എന്നിട്ട് ഞാൻ വീണ്ടും വരച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം വായയൊക്കെ വരച്ചു. പിന്നെ കണ്ണാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണടക്ക തെറ്റെന്നൊക്കെ ഉണ്ട്. ഞാൻ മായ്ച്ചിട്ടൊക്കെ വീണ്ടും വരയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഒരു മണിക്കൂറത്തെ പണിയാണ് നിങ്ങളിവിടെ 1 മിനിറ്റിൽ നിങ്ങളിവിടെ കണ്ടത്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. ഞാൻ ഫാബ്രിക് പെയിൻറ്റാണ് എടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രഷസൊക്കെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് യെല്ലോ പെയിൻറ്റാണ് മെയിനായിട്ട് അടിക്കേണ്ടത്. അപ്പോൾ അത് ഈ ബ്രഷ് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് പെയിൻറ്റും എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഡയറക്റ്റ്ലി പെയിൻറ്റ് അടിക്കാനായിട്ടാണ് നോക്കിയത്. പക്ഷെ അത് ഹാർഡായതുകൊണ്ട് ബ്രഷ് പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. അതിലും കറക്റ്റായിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തു, കുറച്ച് പെയിൻറ്റും കുറച്ച് ഫെവിക്കോളും കൂടി മിക്സ് ചെയ്ത് ഒരു ഫോം ഉണ്ടാക്കി. പക്ഷേ അത് ഇച്ചിരി കൂടിപ്പോയി ഗൈസ്, എടുത്തത് അളവ് കൂടിപ്പോയി. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഇതിലിരുന്ന് മിക്സ് ചെയ്യിക്കുന്നുണ്ട്. സാരില്ല, നമ്മളതൊന്നും തളരരുത് നേരത്തെ പറഞ്ഞ പോലെ. എന്നിട്ട് നമ്മൾ വീണ്ടും അത് അടിച്ചു കൊടുക്കുന്നുണ്ട് ഫുൾ. എന്നിട്ട് ആ യെല്ലോ കോട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത്തിരി ലൈറ്റാണ്, എന്നാലും സാരില്ല. ഞാൻ വേറൊരു കോട്ടും കൂടി കൊടുക്കുന്നുണ്ടെന്ന് ഉണങ്ങുമ്പോഴത്തേക്കും. എന്നിട്ട് നമ്മളങ്ങനെ മൊത്തം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി ബാക്കി വെച്ചിരിക്കുന്നത് ഐയിലൊക്കെ ഇനി വീണ്ടും ചെയ്യാനുണ്ട്. പിന്നെ ലെഗിലുള്ളതും ചുണ്ടിലുള്ള കളറ് നമ്മൾ ഓറഞ്ചാണ് ആക്കുന്നത്. അപ്പോൾ ഓറഞ്ച് ഉണ്ടാക്കാൻ പോവാണ്. യെല്ലോയും റെഡും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് നോർമലി ഓറഞ്ച് കിട്ടുക. പക്ഷേ ഈ പ്രാവശ്യം എന്തോ എനിക്ക് പാളിപ്പോയി ഗൈസ്, എനിക്ക് കിട്ടിയില്ല. ഒരു ഡ്രോപ്പൊക്കെ ഇട്ടുള്ളൂ റെഡ്, എന്നാലും മിക്സ് ചെയ്ത് വന്നപ്പോൾ ഈ ഒരു കളറാണ് കിട്ടിയത്. ഇത് എന്ത് കളറാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പം ഞാൻ കുറച്ച് വൈറ്റും കൂടി അത് മിക്സ് ചെയ്തിട്ട് എന്നിട്ടും വലിയ മാറ്റമൊന്നുമില്ല. അടിച്ചു നോക്കിയിട്ടും ഇഷ്ടമായില്ല, പാളിപ്പോയിട്ടുണ്ട്. സാരില്ല, നമ്മളിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഷോ കാണിച്ചതാണ്. കുറച്ച് താഴെ പോയിട്ടുണ്ട്, ഉടുപ്പിലൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ഞാൻ തൂത്തൊക്കെ മാറ്റി. എന്നിട്ട് നമുക്കത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചുണ്ടിലും കാലിലൊക്കെ ഞാൻ നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൊരു ലുക്കാണ്. നമുക്ക് ഇനിയും വർക്കുകളുണ്ട്, കണ്ണൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ നമുക്കിതൊന്ന് കുറച്ച് സമയം ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കാം കേട്ടോ. ബ്ലാക്ക് കളർ ഔട്ട്ലൈനാണ് കൊടുക്കുന്നത്. നമ്മുടെ പടമൊക്കെ വരച്ച് കഴിഞ്ഞ് മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഔട്ട്ലൈനാണ് കേട്ടോ. നമ്മുടെ പടത്തിനൊക്കെ ഒരു ജീവൻ നൽകുന്നത് ഈ ഔട്ട്ലൈൻ കൊടുക്കുമ്പോഴാണ്. ജീവൻ വരുന്നത് ഈ ഔട്ട്ലൈൻ കൊടുക്കുമ്പോഴാണ് കേട്ടോ. കണ്ടോ എന്ത് രസമല്ലേ? ഇപ്പോഴാണ് ശരിക്കും അതൊരു എടുത്ത് കണ്ടു തുടങ്ങിയത്. കണ്ടോ, ഇത് അടിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ലുക്കാണ്. കാലിനടിക്കാനായിട്ട് ഞാൻ അപ്പോഴത്തേക്ക് ഉണങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ കാലിലും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണ് പെയിൻറ്റ് ചെയ്യാം. ഞാൻ കണ്ണിൻ്റെ വൈറ്റ് കളറ് 3 ലെയറുണ്ട് കേട്ടോ. ഇതിൽ ഒരെണ്ണം ബ്ലാക്ക്, ഒരെണ്ണം വൈറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ലെയർ ഞാൻ ബ്ലൂ ആണ്, ഡാർക്ക് ബ്ലൂ ആണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ആക്കിയിട്ട് അതും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ബ്ലാക്ക് കൊണ്ട് വീണ്ടും ഒന്ന് കറക്റ്റ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം, എങ്ങനെയുണ്ടെന്ന് പറയാം. കണ്ടോ, ഇതാണ് ഹോസ്റ്റലിലെ വോളിൻ്റെ അവസ്ഥ. ഇത് ഇപ്പം ഇങ്ങനെയല്ല, കാലങ്ങളായിട്ടേ ഇങ്ങനെ കിടക്കുകയാണ്, ഒന്നും ചെയ്യാണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് എല്ലാവരും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.